കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. കക്കോടി ഒറ്റത്തെങ്ങിലെ സുജിൻ ആമല ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈ എല്ല് പൊട്ടിയത് ഡോക്ടറുടെ അനാസ്ഥ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും കുടുംബം പരാതി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെയ് 14-നായിരുന്നു കക്കോടി ഒറ്റത്തെങ്ങ് സ്വദേശിനി അമലയുടെ പ്രസവ സമയം കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കൈയുടെ എല്ല് പൊട്ടിയിരുന്നു. വലത് കൈക്കാണ് പൊട്ടലേറ്റത്. ഡോക്ടറുടെ അനാസ്ഥയാണ് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. കുഞ്ഞിന്റെ ഭാരം കൂടുതലായതിനാൽ പുറത്തെടുക്കുമ്പോൾ സംഭവിച്ചതാണെന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. അതായത് മെയ് 14-ാം തീയതി ആയിരുന്നു എൻ്റെ പ്രസവം നടന്നത്. പ്രസവത്തിൽ കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഉണ്ടായ പിഴവായിരുന്നു, മിസ്റ്റേക്കായിരുന്നു. അത് എടുക്കുന്ന സമയത്ത് അവർ ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത്. എടുത്ത് എന്നെ മേലേക്ക് കിടത്തിയതും കുട്ടീനെ അപ്പം തന്നെ എടുത്ത് കൊണ്ടുവന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വേറെ ഒന്നും എനിക്കറിയില്ല. ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. ഹസ്ബൻഡിൻ്റെ അമ്മ അത് നേരിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ഞാനിതൊന്നും അറിയണില്ല. അമ്മ അതൊക്കെ ചോദിച്ചു. അപ്പോൾ സമാധാനിപ്പിച്ച് വിടാമെന്നല്ലാതെ എന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും പറയണില്ല. പിന്നീട് വൈകിട്ടാണ് എക്സ്റേ എടുത്തപ്പോൾ അറിയണത് കൈൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അറിയണത് അടുത്ത ദിവസം 15-ാം തീയതിയാണ് ഞാൻ അറിയണത്. അന്നാണ് ഞാൻ ഫീഡ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നതും. പിന്നീടാണ് ഞാൻ കയ്യിൽ പ്ലാസ്റ്റർ ഇത്രയും നീണ്ട പ്ലാസ്റ്ററാണ് ഇട്ടതെന്നുള്ളതൊക്കെ ഞാൻ കണ്ടത്. പിന്നെ അതിൻ്റേതായ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ വേറെ വാർഡിലും മോളെ NICU-ലായിട്ടായിരുന്നു കിടന്നിരുന്നത്. പിന്നീട് 17-ാം തീയതി മോളതേപോലെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഫീഡ് ചെയ്തിട്ട് ആൻറ്റീൻ്റെ കയ്യിലേക്ക് കൈമാറുന്ന സമയത്ത് മോളുടെ കയ്യിൽ നിന്ന് കാസ്റ്റിംഗ് വീഴുക. എൻ്റെ മടിയിലേക്കാണ് വീഴുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ഇൻഫോം ചെയ്തു. ഇങ്ങനെ വീണിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, മോൾ കരയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇൻഫോം ചെയ്യാം, ഓർത്തോ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻഫോം ചെയ്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഡോക്ടർ റൗണ്ട്സിന് വരുന്ന സമയത്ത് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഞങ്ങളെ നീട്ടിക്കൊണ്ടുപോയി എന്നല്ലാതെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പം കാണും കുട്ടീനെ എന്നൊക്കെ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോയി എന്നല്ലാതെ ഡോക്ടർ വന്നിട്ടില്ല. ഞങ്ങൾ കിടന്ന് കരഞ്ഞ് പറയും, കെഞ്ചി പറയും ഒക്കെ ചെയ്തു. കാരണം പ്ലാസ്റ്ററെങ്കിലും ഒന്ന് ഇട്ട് തരുമോ, കുട്ടി കരയുന്ന കണ്ടിട്ട് എന്ന് പറഞ്ഞു. കാരണം കുട്ടി കൈയും കാലിട്ട് അടിക്കുന്ന സമയത്ത് ഈ കൈ തട്ടിയിട്ട് എല്ല് മുകളിലേക്ക് കയറുക. ഞങ്ങൾക്കത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് ആ ക്രിക്ക് എന്നുള്ള ആ ഒച്ച, ഞങ്ങൾക്ക് ആ എല്ലിൻ്റെ കൂട്ടിമുട്ടുന്നതിൻ്റെ ഒച്ച ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അത്രയും വേദന സഹിച്ചിട്ട് കുട്ടിയുടെ കിടന്ന് കരയുന്നത് ആ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്നൊരു അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റോ ചെക്കപ്പോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ചോദിച്ചപ്പോൾ ഡോക്ടർ അപ്പുറത്തെ ബിൽഡിങ്ങിലുണ്ട്, അതിൻ്റെ എമർജൻസി കേസ് എന്തോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അത് പറഞ്ഞ് ഞങ്ങളെ സമയം നീട്ടിക്കൊണ്ടുപോയി. 9 മണി വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക. പിന്നീട് ഹസ്ബൻഡിൻ്റെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടാണ് അവിടുന്ന് നേരെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പറയുന്നത് ഞായറാഴ്ചയാണ്, ഡോക്ടർ വരുമോയെന്ന് ഉറപ്പില്ല, കുട്ടിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ വേദനക്കുള്ളതെന്ന്. അപ്പോഴത്തേക്ക് മോളെ കൈയിൻ്റെ എല്ല് കുറച്ച് കയറിപ്പോയായിരുന്നു, ഒരു ഒച്ച കേൾക്കാം. അപ്പോൾ കരച്ചിലും നിർത്താത്ത കണ്ടേരം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ വേറെ സ്റ്റാർ കെയറിലേക്ക് പോയിട്ട് ചെയ്യിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ചിട്ട് സ്റ്റാർ കെയർ പോയാൽ അവിടെ ഡോക്ടർ 5 മിനിറ്റ്സ് കൊണ്ട് ഡോക്ടർ വന്നു, വിളിച്ചപ്പോൾ തന്നെ. അപ്പോൾ പ്ലാസ്റ്റർ ഇടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ഇത്രയും ചെറിയ കുട്ടിക്ക് സംഭവിച്ചിട്ടും അതൊരു നോക്കാണ്ട് നിൽക്കുന്നതും കുട്ടി കരഞ്ഞ് വയ്യാണ്ടായി.